അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. ഈ ഫൈനാൻഷ്യൽസിന്റെ ഉത്തരവാദിത്വം പ്രതാപൻ മോനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. എല്ലാം നമ്മുടെ തന്നെയല്ലേ, നമ്മുടെ കൊച്ചുങ്ങൾ തന്നെ നോക്കി നടത്തട്ടെ, അതിന് അന്തസ്സല്ലേ. അല്ല, അതിപ്പോ നിങ്ങളെ അമ്മായിപ്പനും മരുമോനും കൂടെ അങ്ങ് തീരുമാനിക്ക്. കാര്യം പ്രതാപന്റെ അച്ഛനാ ഞാൻ. എന്നാലും ഇപ്പൊ അവൻ കുതിരപ്പന്തി വീട്ടിലെ ഒരേ ഒരു മരുമകനല്ലേ. സേനൻ എന്താണെന്ന് വെച്ചാ തീരുമാനിക്കും. അല്ല, ഇവിടെ കിഴക്കും പടിഞ്ഞാറൊന്നും അറിയത്തില്ല. എന്തെങ്കിലും ആവട്ടെ. ഞാനൊരു കമ്പനി HR പറഞ്ഞ് വക്കീലിനെ കൊണ്ട് തയ്യാറാക്കിച്ച പേപ്പറാണ്. ഇതിലെന്താണെന്ന് വെച്ചാല്, ഇനി മുതൽ നമ്മുടെ ഫിനാൻസിയേഴ്സിന്റെ സർവ്വ അധികാരവും പ്രതാപനാണ്. കാര്യങ്ങൾ തീരുമാനിക്കാനും ചെക്ക് ഒപ്പിടാനും എല്ലാം ഉള്ള അധികാരം എല്ലാം ഇതിനകത്ത് കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കൈവച്ചു. അങ്കിൾ എന്തിനാ എന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധിക്കുന്നത്? ഞാൻ ഒതുങ്ങി ഒരിടത്ത് എവിടെങ്കിലും. അങ്ങനെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടേണ്ടവനല്ല ഈ സേനന്റെ മരുമകൻ. മക്കൾക്ക് സന്തോഷമായല്ലോ? അതെ അച്ഛാ, സന്തോഷായി. അപ്പോ നിങ്ങൾ അപ്രത്യേകിച്ചല്ലേ, ഞാനും പരമേശ്വര സാറും കൂടി അല്പ രഹസ്യങ്ങൾ സംസാരിക്കട്ടെ, അല്ലേ സാറേ? എന്നാ പിന്നെ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. രഹസ്യങ്ങൾക്കിടയിൽ ഞാൻ നിൽക്കുന്നില്ല. ഇതാ, പോയിട്ട് വരാം. ആരടി കള്ളി? ഞാനടാ കള്ള. ഓഹോ, കള്ളിച്ചെല്ലമ്മയായിരുന്നോ? എന്താണോ വന്നത്? കള്ളിച്ചെല്ലമ്മയല്ല, കറുത്തമ്മയാ. പൊരിച്ച മീനും കൂട്ടി പരീക്കുട്ടിക്ക് ചോറ് കൊണ്ടുവന്നതാ. ആഹാ, പെണ്ണിന് ഹ്യൂമർ സെൻസ് ഒക്കെ വന്നല്ലോ. ഇനിയിപ്പൊ ഇത്തിരി കോമൺ സെൻസും കൂടെ വന്നാ മതി. ഒന്ന് പോയേ, ഞാനിപ്പോഴേ മിടുക്കി കുട്ടിയാ. അച്ഛനെന്നെ പാചകമൊക്കെ പഠിപ്പിച്ചു. എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഊണാ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവമേ, എന്താ? അല്ല, ഇത്രയും വലിയൊരു പാതകം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓ, വലിയ തമാശ. നല്ല കൂട്ടാനൊക്കെ ആണെന്നാണല്ലോ അച്ഛൻ പറഞ്ഞേ. ആ, അച്ഛനൊരു കലാപം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. പിന്നെ കഴിക്കുമ്പോ അറിയാം. ഓ, ആയിക്കോട്ടെ. എങ്കിൽ എനിക്ക് പരീക്കുട്ടി ചോറ് ഞാൻ വരുത്തരാം. അതിരിക്കട്ടെ, എന്റെ മോനെവിടെ? മോനല്ല, മോള്. ആഹാ, അതങ്ങ് പള്ളി പറഞ്ഞാ മതി. എന്നിട്ട് രണ്ടാക്കും കൂടി അമ്മക്കുട്ടിയും ചക്കയും കളിക്കാനല്ലേ? നടക്കത്തില്ല. സത്യത്തിൽ അന്ന് ആ കല്യാണം മുടങ്ങാൻ നേരം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടതാണ്, പേടിച്ചതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇത്ര നല്ല മനസ്സുള്ള ഒരാളെ എനിക്ക് തരാൻ വേണ്ടിയാ ദൈവം അന്ന് കല്യാണ മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് എന്നെ വിഷമിപ്പിച്ചത്. മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ കാര്യം. ആ, നീ പെട്ടെന്നൊന്ന് ഒപ്പിട്, എനിക്ക് വക്കീലിനെ കാണാനുള്ളതാ. വക്കീലിനെയോ? എന്തിന്? എടി, കമ്പനി രജിസ്ട്രേഷനുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണം, GSTക്ക് അപ്ലൈ ചെയ്യണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു. ഓ, അങ്ങനെ. അല്ല പ്രതാപേട്ടാ, ഈ സ്റ്റാമ്പ് പേപ്പറിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. അത് പിന്നെ നമ്മളിത് DTP സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരിതിൽ മാറ്റർ ഫിക്സ് ചെയ്തോളൂ. പിന്നെ നിന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ടല്ലോ. അതാ ഇപ്പൊ ഒപ്പിടാൻ പറഞ്ഞേ. വേഗം ഒപ്പിട്. ഇവിടെ
செல்வா வாடா. மதுக்கரை காற்றுக்கு இனிமேல் ரத்த வாசனை தான் வரணும். ആരാ നിങ്ങള്? എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അത് ഞാൻ എന്നോട് ഫ്രണ്ടിനെ കൂപ്പിടതുക്കാക. ഏത് ഫ്രണ്ട്? അതിന് എന്റെ വീടിന്റെ മുമ്പിലാണോ നിൽക്കുന്നത്? എന്നാ സാർ ഇത്? സാറും കുട്ടിയൊന്നും വേണ്ട, പെട്ടെന്ന് പോവാൻ നോക്ക്. ചെല് പോ. அண்ணா சீக்கிரம் கிளம்பு, அந்த வீட்டுல ஆளு வந்துட்டேன். അങ്കിളെ, അങ്കിളെ, അങ്കിളെ. മോളെന്താ വാതിലൊക്കെ തുറന്നിട്ട് പുറത്ത് ജ്യൂസുമായിട്ട്? അതച്ഛാ, ഒരു അങ്കിൾ ഇവിടെ വന്നായിരുന്നു. അച്ഛയുടെ ഫ്രണ്ടാ. നന്ദന്റെ ഫ്രണ്ടോ? എന്നിട്ട് ആളെവിടെ? അതാ ഞാനും നോക്കുന്നേ. വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ അകത്തേക്ക് പോയത്. ജ്യൂസ് എടുത്തോണ്ട് വന്നപ്പോഴേക്കും ആളെ കാണുന്നില്ല. ഇതെന്തൊരിടപാടാ? വീട്ടിൽ വന്നിട്ട് ഒരു വാക്ക് പോലും പറയാതെ തിരിച്ചു പോവാന്ന് വെച്ചാ? നന്ദനുമായിട്ട് നല്ല അടുപ്പമുള്ള ആളാണോ മോളെ? അങ്ങനെ വലിയ അടുപ്പമൊന്നും ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല അച്ഛാ. എന്റെ ബർത്ത്ഡേക്കും പിന്നെ കല്യാണത്തിനും വന്നിരുന്നു. പിന്നെ ഞാനും ബിബിൻ ചേട്ടനും കൂടി ശങ്കരമംഗലത്തേക്ക് വിരുന്നിന് പോയപ്പോഴും വഴി വെച്ച് കണ്ടിരുന്നു. എന്താ അയാളുടെ പേര്? ഗണപതി, പാതാള ഗണപതി. പാതാള ഗണപതിയോ? നമുക്ക് വ്യക്തമായി പരിചയമില്ലാത്ത ആര് വന്നാലും മോളിനി വാതിൽ തുറക്കുകയോ വീട്ടിൽ കയറ്റിയിരുത്തുകയോ ചെയ്യരുത്. കാലം അത്ര നല്ലതല്ല, അതാ അച്ഛൻ പറയുന്നത്. ഞാനിങ്ങോട്ട് വരുമ്പോഴേ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു തമിഴൻ നിപ്പുണ്ടായിരുന്നു. വല്ല കള്ളനോ പിടിച്ചുപറിക്കാരനോ ഒന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കണം. എന്നെ ഓടിക്കരുത്, ഞാൻ പിടിതരത്തില്ല. എന്താണ് പണ്ടത്തെ ഓർമ്മയ്ക്ക് പോലീസ് എന്ന് പറഞ്ഞപ്പോ ഓടിപ്പോയി. കൊള്ളാം. അതാ
ഗുഡ് മോർണിംഗ്. ആർ യു ഓക്കെ? യാ. ഞാനും ഓക്കെയാണ് മാഡം. ശശാങ്കൻ, അതെ. പല സ്റ്റേഷനുകളിലായി കുറച്ച് കേസുകളുണ്ടല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല മാഡം. നാട്ടുകാരും അസൂയക്കാരും ഒക്കെ ചില കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതാ. ഈ തണ്ടും തടിയൊക്കെ ഉള്ളു മാഡം. ഞാൻ വെറും പാവോ. മാഡം വന്നത് ഒരു ഒഫീഷ്യൽ വിസിറ്റ് അല്ല. ഓ ഭാഗ്യം. ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. മാഡം ഇരിക്കെ. മാഡത്തിന് കുടിക്കാൻ? നോ, ഒന്നും വേണ്ട. അനു നന്ദ, ഡോക്ടർ വിപിന്റെ വൈഫ്. അതെ. ഓ, ഞാൻ അമ്മയാ. വിജയലക്ഷ്മി, കുതിരപ്പന്തി വീട്ടിൽ വിജയലക്ഷ്മി. ഇവനെ പഠിപ്പിച്ച് വലുതാക്കി ഡോക്ടറാക്കിയത് ഞാനാ. സ്വന്തമായിട്ട് 3 മെഡിക്കൽ കോളേജുള്ള ആളാ. എനിക്ക് 1-2 കാര്യങ്ങൾ അറിയാനുണ്ട്. മാഡം ചോദിച്ചോളൂ, എനിക്കറിയാവുന്നത് ഞാൻ പറയാം. അല്ല ഞാനും പറയാം മാഡം. നിങ്ങളെ ആക്രമിച്ചു പോയ വാഹനം അതിർത്തി കടന്നു പോകുന്നത് റോഡരികിലെ CCTV ഫുട്ടേജിലുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്കുള്ള കൊട്ടേഷൻ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നോ? ഈശ്വര, ആ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? എവിടുന്ന്? അതിപ്പോ പൊളിച്ചെടുക്കി പീസാക്കി കാണും. സേലത്തൊക്കെ അതിനുള്ള ആൾക്കാരുണ്ടല്ലേ. ശശാങ്കൻ ഇക്കാര്യത്തിലൊക്കെ നല്ല അറിവാണല്ലേ? അല്ല, ഞാൻ ഈ ലോകപരിചയം കൊണ്ട് പറഞ്ഞതാ. നിങ്ങളോട് ശത്രുതയുണ്ടെന്ന് കരുതുന്ന മുഴുവൻ ആളുകളുടെയും ഒരു ലിസ്റ്റ് പോലീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ മൊബൈൽ നമ്പറുകളും ട്രാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല. ടോട്ടലി ഡിസപ്പോയിന്റഡ്. ഞാനൊരു ജീപ്പ് വരാൻ പറയാം. നമുക്കൊന്ന് ക്യാമ്പ് ഓഫീസ് വരെ പോവാം. പോലീസിനെ കുറിച്ചുള്ള ശശാങ്കന്റെ നിരാശ മാറിക്കിട്ടും. വേണ്ട, അറിയാവുന്നേ വേണ്ട. തമിഴ്നാട്ടിൽ ആരാണ് ഡോക്ടർ വിപിന് ശത്രുക്കൾ? എന്താണ് ആ ശത്രുതയുടെ കാരണം? എന്നു മുതലാണ് ഈ വേട്ട തുടങ്ങിയത്? ഈ 3 ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം വേണം. മാഡം, അത് എനിക്കങ്ങനെ തമിഴ്നാട് കണക്ഷനൊന്നുമില്ല. കണക്ഷൻ ആർക്കാന്ന് ഞാൻ കണ്ടെത്തിക്കോളാം. അതോടെ ജസ്റ്റിസ് പരമേശ്വരന്റെ മകൻ പ്രവീണിന്റെ തിരോധാനത്തിനും തുമ്പുണ്ടായിക്കോളും. ഓക്കെ, ടേക്ക് റെസ്റ്റ്. താങ്ക് യു. അനു, എന്തോ? അനുവിന്റെ അച്ഛന് പണ്ട് തമിഴ്നാട്ടിലായിരുന്നല്ലേ ജോലി? അതെ, റെയിൽവേയിലായിരുന്നപ്പോ. എവിടെ? വിച്ച് പ്ലേസ്? അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല മാഡം. അമ്മയോട് ചോദിക്കാം. ഏയ് വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ലീവ് ഇറ്റ്. മോൾ ഇത് കുടിക്കണ്ട. അമ്മ വേറെ കാപ്പിയിട്ട് തരാം. അയ്യോ വേണ്ടമ്മേ, ഇതൊരു പ്രശ്നമൊന്നും ആക്കണ്ട. എന്നാലും ഇത് അങ്ങനെയല്ലല്ലോ. എനിക്കൊരു കാര്യം ചെയ്യാം, കാപ്പി ഞാനിടാം. എന്താ? ഇവിടുത്തെ അടുക്കളയിൽ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ, എന്തു കുഴപ്പം? മോൾക്ക് അതിനുള്ള അധികാരം ഉണ്ടെന്ന് കൂട്ടിക്കോ. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായതുകൊണ്ട് അത്യാവശ്യം പാചകമൊക്കെ എനിക്കറിയാം. അമ്മ ഉള്ളതിന്റെ കുഴപ്പമാ ഇവിടെ.
തെറ്റാൻ പിന്നെ കാരണമൊന്നും വേണ്ടല്ലോ. ദാ, കാപ്പി റെഡി. ആഹാ, കാപ്പി എന്ന് പറഞ്ഞ ഇതാ. ആ, ഇത് കുടിക്കാനും ഒരു യോഗം വേണം. നിനക്കും വേണോ ഈ കാപ്പി? ഞാൻ ഈ കാപ്പി കുടിച്ചോളാം. ഓ, അവന് ഭാര്യ ഇട്ട കാപ്പി മാത്രമേ തൊണ്ടേന്ന് ഇറങ്ങൂ. അടുക്കളയിലെ ഈ കാപ്പി ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് നിന്റെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കും. അവളും കുടിക്കട്ടെ ഒരു നല്ല കാപ്പി. അയ്യോ, പറഞ്ഞ പോലെ അനു എവിടെ? ആ, അവക്കേ കണ്ണീരിന്റെ ഏനക്കേടാ. റെസ്റ്റ് എടുക്കാൻ പോയതാ. മോള് കാപ്പി കുടിക്കേ. അനുക്കുട്ടി, അനുക്കുട്ടി, ബിബിയേട്ടന്റെ അനുക്കുട്ടിയെ. യോ, ഇതെന്തായി നോട്ടം? ഒരുമാതിരി വാണ് കൊണ്ട് കുത്തുന്ന പോലെ. എന്തെങ്ങോട്ട് പോന്നേ? വിശിഷ്ട വ്യക്തി പോയോ? അതാര് വിശിഷ്ട വ്യക്തി? രാഷ്ട്രപതി കഴിഞ്ഞ ആഴ്ചയല്ലേ കേരളത്തിൽ വന്നു പോയത്? വലിയ തമാശ കൊണ്ട് വന്നേക്കല്ലേ. ഡോക്ടർ വിരുന്നുകാരി VIP പോയോന്നാ ചോദിച്ചത്. ഇല്ല, താഴെ ഇരിപ്പുണ്ട്. ഓ, പോയില്ലേ? കുതിരപ്പന്തിയിൽ ടെന്റ് അടിക്കാനായിട്ടാണോ ആയമ്മ വന്നിരിക്കുന്നത്? അല്ല, എന്തിനാ സാറ് പിന്നെ ഇങ്ങോട്ട് കയറി പോകുന്നത്? എന്റെ അനുക്കുട്ടിയോട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ഞാൻ അവിടെ പോയി നിൽക്കോ? അച്ചോടാ, എന്തൊരു കോൺസെൻട്രേഷൻ. ഇങ്ങോട്ട് പോന്നപ്പോ അവിടെ കൂട്ടുകാരി ഒറ്റയ്ക്കായില്ലേ? ഓഹോ, എന്താ മനസ്സിലായി. എന്ത്? കൂട്ടുകാരി ഉണ്ടാക്കിയ അതിശയ കാപ്പിയും കൊണ്ട് വന്നതാ അല്ലേ? ആട്ടെ, എങ്ങനെയുണ്ട് കാപ്പി? ആവശ്യത്തിന് ഉപ്പും പുളിയും എരിവും ഒക്കെ ഉണ്ടോ? എന്റെ അനുക്കുട്ടി ഇട്ട കാപ്പിയല്ലേ ഞാൻ കുടിക്കൂ. അയ്യോ, ഞാൻ ഉണ്ടാക്കിയത് കാപ്പിയല്ലല്ലോ, കലക്കവെള്ളമല്ലേ. എങ്കി വിപിച്ചേട്ടന് ഈ കലക്ക വെള്ളം മതി. ദേഹത്ത് തുടരുത്. പിന്നെ ദേഹത്ത് തുടരുന്നെന്നാ പറഞ്ഞ തൊട്ട മാന്നു ഞാൻ. ആഹാ, എന്നാ പിന്നങ്ങ് മാന്തി കൊരടി സുന്ദരി യക്ഷി. ആഹാ, എന്റെ ചക്കി എന്തുണ്ടാക്കി തരുന്നോ അതല്ലേ ഈ വിപിൻചേട്ടൻ ഏറ്റവും വലുത്. ലോകത്ത് അതിനേക്കാൾ സ്വാദുള്ളത് എന്താ ഉള്ളത് എന്റെ മോളൂട്ടി? എന്നാലും എന്നെ മനഃപൂർവ്വം കളിയാക്കാനായിട്ട് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ. അതിന് നിനക്ക് എന്താ എന്റെ ചക്കി? പറഞ്ഞവർക്കും കേട്ടവർക്കും ഒക്കെ അതിന്റെ സത്യം അറിയാലോ. സത്യ പറഞ്ഞത്, അമ്മക്കുട്ടി വന്നില്ല. ആഹാ, മുഖത്ത് വോൾട്ടേജ് പോയല്ലേ. അതെന്താ അമ്മക്കുട്ടി വരാതിരുന്ന? അച്ഛക്ക് ഈ വഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് കേറിയെന്നുള്ളൂ. പിന്നെ അമ്മക്കുട്ടി നമ്മുടെ സാവിത്രി ചിറ്റയുടെ വീട് വരെ ഒന്ന് പോയേക്കോ. കേറി വന്നെന്താ? മുറ്റത്ത് നിന്നിങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കാതെ വരണം. വരൂ. എന്നിട്ട് അമ്മക്കുട്ടി എന്നോട് പറഞ്ഞില്ലല്ലോ പോകുന്ന കാര്യം. അത് ശങ്കരമുത്തശ്ശി അങ്ങോട്ട് പോയിരിക്കുമല്ലായിരുന്നോ? അമ്മയ്ക്ക് എന്തോ വയ്യായിക ഉണ്ടെന്ന് പറഞ്ഞ് ചിറ്റ് വെളുപ്പിനെ വിളിച്ചു. പനിയോ കാലുവേദനയൊക്കെയാണെന്നാ പറഞ്ഞത്. അതറിഞ്ഞ ഉടൻ നിന്റെ അമ്മക്കുട്ടി അങ്ങോട്ട് പോയി. എന്നാലും ഇങ്ങോട്ട് വന്നിട്ട് പോയാ പോരായിരുന്നോ? അതിനിപ്പ ഇത്ര പിണങ്ങാനെന്താ? അടുത്ത ദിവസം അനുക്കുട്ടിയുടെ അമ്മക്കുട്ടി ഇങ്ങോട്ട് വന്നാ പോരെ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോണോ? പിന്നല്ലാതെ. നീ പോയേ അച്ഛക്കൊരു കാപ്പി എടുത്തുണ്ടോ? ആ, എനിക്ക് തോന്നുന്നതേ
അനുവിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കാപ്പിയായിരിക്കും അച്ഛനെന്ന് കുടിക്കാൻ പോകുന്നതെന്ന്. അതെ അതെ, അനുക്കുട്ടി അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കിയെന്നൊക്കെ കേട്ടെങ്കിലും ഞങ്ങൾക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ശങ്കരമംഗലത്ത് ഞങ്ങൾ ആരും ഇതൊന്നും കണ്ടിട്ടില്ല. ഒന്ന് പോ അച്ഛൻ. അമ്മ കുട്ടിയെ കൊണ്ടുവരാതെ വന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുവാണോ? അവൾക്ക് ഇത് മതി പിണങ്ങാനായിട്ട്. അമ്മക്കുട്ടി കഴിഞ്ഞേ ഉള്ളൂ, അവൾക്ക് ഈ ലോകത്താരും. അറിയാം. നന്ദൻ വാ. അമ്മ, അച്ഛ വന്നു. ഏതച്ഛ? ശങ്കരമംഗലത്തെ എന്റെ അച്ഛ. ഓ, നിന്റെ അമ്മക്കുട്ടി വന്നില്ലേ? ഇല്ല. സ്വന്തം വീട്ടുകാർ വന്നപ്പോ എന്താ ഒരു ഉത്സാഹം! ഒന്നും പറയാതെ തന്നെ കണ്ടറിഞ്ഞ് ചെയ്തോളും. അമ്മക്കുട്ടി അച്ഛൻ. സുഖമല്ലേ? ഓ, ഇവിടെ സുഖല്ലേ? പരമസുഖം. ഓരോ ദിവസവും പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും. നമുക്ക് നിന്ന് തിരിയാൻ നേരമില്ല. ഒരു വീടാകുമ്പോ അങ്ങനെയൊക്കെ വേണ്ടേ ലക്ഷ്മി? ഒച്ചനക്കോ ആളും ബഹളവും ഒക്കെ വേണ്ടേ? പിന്നല്ലാതെ അവാർഡ് സിനിമ പോലാണോ വീടിരിക്കണ്ടേ? എന്നത്തേക്ക് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാം? ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതല്ലേ ഉള്ളൂ. മുറിവൊക്കെ ശരിക്കുണങ്ങി ആരോഗ്യമൊക്കെ ഒന്ന് ശരിയായിട്ട് പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഓ, നീയാണല്ലോ പിന്നെ ഡോക്ടർ. അവനൊരു ഡോക്ടറാ, അവനറിയാം എന്ത് വേണമെന്ന്. ലീവൊന്നും അധികം നീട്ടുന്നില്ല അച്ഛാ. 2-3 ദിവസം. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോണം. എന്തിനാ വെറുതെ ലീവ് എടുക്കുന്നത്? എന്നാലും സൂക്ഷിക്കണം. അതെ, സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണം. ആരാ എവിടുന്ന് എപ്പോഴാ ആക്രമിക്കാൻ വരുന്നതെന്നൊന്നും അറിയില്ലല്ലോ. ആക്രമിക്കാൻ വന്നവരെയും വരുന്നവരെയൊക്കെ ഇപ്പൊ പോലീസ് കണ്ടുപിടിച്ചോളൂ. നീ അതേപ്പറ്റി ഓർത്ത് വേവലാതിപ്പെടണ്ട. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കഴിഞ്ഞ ദിവസവും പോലീസ് ഇവിടെ വന്നു. ആണോ? ആ ACP ഇതുവഴി പോയപ്പോ കേറിയതാ. പോലീസിന് എന്തൊക്കെയോ ചില സംശയങ്ങളുണ്ടെന്നാ പറഞ്ഞത്. അതവര് കണ്ടുപിടിച്ചോളൂ. ഇനി ആള് മാറി വല്ല ആക്രമണം ഉണ്ടായതാണോന്ന്? ഏയ്, അതൊന്നുമല്ല, എനിക്ക് ഉറപ്പാ. എന്തായാലും നന്ദൻ ഊണ് കഴിഞ്ഞിട്ട് പോയാ മതി. അനുക്കുട്ടി ഉണ്ടാക്കുന്ന കറികൾ കഴിക്കുകയാവാം. അയ്യോ ഇല്ല, കാരണം പോകുന്ന വഴിക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 പേരെ കാണാനുണ്ട്. ഒരു അപകടം ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വെച്ച് ഒറ്റയ്ക്കൊന്ന് പുറത്തു പോകാനും പറ്റത്തില്ലേ? വിപിൻ ചേട്ടൻ പെട്ടെന്ന് ഇങ്ങ് വരണം. ശരി, നീ വയ്ക്ക, ഞാൻ പെട്ടെന്ന് വരാം. വരാന്ന്. വിപിൻ ചേട്ടനെ വിളിക്കായിരുന്നു. നീ എന്തിനാ കൊച്ചെ അവനെ ഇങ്ങനെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നേ? പിന്നാലെ നടന്ന് അവനെ കൊണ്ട് നിന്റെ കഴുത്തി താലിയും കെട്ടിച്ചില്ലേ? ഇപ്പതാ ഒരു കുഞ്ഞു ഉണ്ടാവാൻ പോകുന്നു. പിന്നെന്താ? അതല്ലമ്മേ, പേടിയുണ്ടാ. ഓ, പേടി. നിനക്ക് പേടി കാണും. കാരണം നീ വന്നു കയറിയത് പിന്നെയാണല്ലോ അവന് കഷ്ടകാലം തുടങ്ങിയത്. ഫോൺ വിളിച്ചു മരിക്കാൻ നിൽക്കുന്നു. നിന്നെ കൊണ്ടുള്ള സൗകര്യക്കേട് കൊണ്ടാവും അവൻ തലയും വലിച്ചോണ്ട് ഇറങ്ങിപ്പോയത്. അന്നേരം പേടിയാണെന്ന് പറഞ്ഞ് പിന്നെ പുറകെ നിൽക്കുക. അല്ലമ്മേ, ഞാൻ എടി, വീട്ടിലിരിക്കുന്ന പെൺപിള്ളേരുടെ മനസ്സ് നല്ലതാണെങ്കിലേ പുറത്തു പോയവൻ ഒരു പോരല് പോലെ ഏൽക്കാതെ തിരിച്ചു വരും.
ഹലോ യെസ് ഞാൻ വന്നിട്ട് കുറെ നേരമായി. സോ എനിക്ക് തന്നോട് സംസാരിച്ചിട്ട് വേഗം മടങ്ങി പോകേണ്ടതാ. അതെന്താ 1 മണിക്കൂർ ഒറ്റയ്ക്കിരുന്ന അനുക്കുട്ടി പേടിക്കൂ? നീലിമേ പ്ലീസ്. ഞാൻ ക്ഷണിച്ചിട്ടല്ല നിങ്ങൾ വന്നത്. എന്നോട് സംസാരിക്കേണ്ടത് ഡോക്ടർ വിപിന്റെ ആവശ്യം. അങ്ങനെ നോക്കുമ്പോഴേ എന്റെ സമയത്തിനാ വില. കാത്തു നിൽക്കേണ്ടത് നിങ്ങൾ തന്നെയാ. സംശയിക്കണ്ട, ഞാൻ എത്തും. കാരണം നിങ്ങളോട് സംസാരിക്കാൻ കിട്ടുന്ന ഏത് നിമിഷവും അത് എവിടെയാണെങ്കിലും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാ. അല്പം കൂടി നേരത്തെ വരായിരുന്നു കേക്ക്. ഓ, കാത്തുനിന്ന് മുഷിഞ്ഞു അല്ലേ? അപ്പൊ നടക്കാതെ പോയ ഒരു സ്വപ്നത്തിന് വേണ്ടി കാലങ്ങളോളം കാത്തിരുന്ന എന്റെ കാര്യം ഒന്ന് ഓർത്തേ. നീലിമേ പ്ലീസ്, പഴയ കാര്യങ്ങൾ പറയാനല്ല ഞാൻ വന്നത്. എന്താ കേട്ടപ്പോ കാത് പൊള്ളിയോ? ഉള്ളിലെ പൊള്ളൽ അണയാതെ വെന്ത് നീറി നിൽക്കുന്ന എന്റെ മുമ്പിൽ നിങ്ങളുടെ ഈ നീറ്റൽ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു വഴക്കിനോ വാഗ്വാദത്തിനോ വന്നതല്ല ഞാൻ. എന്നോട് പക വെച്ച് പെരുമാറരുത്. പെരുമാറുന്നേ. പഴകും തോറും വീര്യം കൂടുന്നത് വീഞ്ഞിന് മാത്രമല്ല, പെണ്ണിന്റെ പകയ്ക്ക് കൂടിയ. മോഹം തന്ന് നിങ്ങൾ എന്നെ വഞ്ചിച്ചു. മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തി. ഇപ്പതാ അവളുടെ കുഞ്ഞിന്റെ അച്ഛനാവാൻ പോകുന്നു. എന്നിട്ട് പഴയതൊന്നും പറയരുതെന്ന പാവം പല്ലവിയും. നീലിമയ്ക്ക് എന്റെ മനസ്സിലെ സ്ഥാനം എന്തായിരുന്നു? என்ன தலைவா சௌக்கியமா? வீடு இருக்கு, கொஞ்சம் டீ இருக்கா? என்ன தலைவா முழிக்கிற? ரொம்ப நாளைக்கு அப்புறம் தான் நாமோ இப்படி உங்க வீட்டுக்குள்ள. உட்காருங்க. உட்கார் தலைவா. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? நான் பின்ன எங்க போவேன் நந்தா?
ஒவ்வொரு தீவண்டிக்கும் ஒரு கதை இருக்கு, ஒவ்வொரு ரயிலுக்கும் ரத்த வாசனை இருக்கு. எல்லாமே மறந்து போச்சா நந்தா? இனிமேல் அங்க இங்க ஒளிஞ்சி மறைஞ்சி செய்யற யுத்தத்தை நிறுத்திட்டேன். நேருக்கு நேர், அதுதான் நல்லது. நந்தனுக்கு நான் கொடுத்த டைம் முடிஞ்சு போச்சு. ഉപദ്രവിക്കരുത് പ്ലീസ്. കുടുംബമായിട്ട് ജീവിക്കുക, കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ തള്ളിവിടരുത്. அது என்னோட பிரச்சனையே இல்லை. நந்தனுக்கு வாழலாம், சூசைட் பண்ணலாம், என்ன வேணா பண்ணலாம். எனக்கு என்னோட மிஷன் தான் முக்கியம், என்னோட லட்சியம் தான் முக்கியம். பதினெட்டு வருஷமா நான் உன்னை தேடி அலைஞ்சேன். இனி எனக்கு சில கேள்விகளுக்கு பதில் கிடைக்கணும். கிடைக்க வேண்டியதெல்லாம் எனக்கு திருப்பி கிடைக்கணும். எல்லாம் இல்லனா ഇല്ലെങ്കിൽ താൻ എന്നെ കൊല്ലുവോ? എങ്കിൽ അങ്ങ് കൊല്ലണോ? അതോടെ തീരട്ടെ എല്ലാം. ഇങ്ങനെ ഒളിച്ചും പാത്തുള്ള ജീവിതം എനിക്ക് മതിയായി. ഒന്നുകിൽ നിങ്ങൾ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും.